നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ ഏറ്റവുമധികം വിഷമിപ്പിക്കുന്ന ഒന്നാണ് മുഖക്കുരുവും അതുണ്ടാക്കുന്ന പാടുകളും. വില കൂടിയ ക്രീമുകളും കെമിക്കലുകളും മാറി മാറി പരീക്ഷിച്ചിട്ടും മുഖക്കുരു വീണ്ടും വരുന്നുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിലാണ്. പുറമേ പുരട്ടുന്ന മരുന്നുകളേക്കാൾ ഉപരിയായി രക്തം ശുദ്ധീകരിച്ചും ദഹനം മെച്ചപ്പെടുത്തിയും എങ്ങനെ തിളക്കമുള്ള ചർമ്മം നേടിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ മുഖക്കുരുവിനെ മുഖദൂഷിക എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ പിത്തദോഷം വർദ്ധിക്കുന്നതും രക്തം അശുദ്ധമാകുന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണം. പ്രധാന കാരണങ്ങൾ: എരിവ്, പുളി, എണ്ണമയമുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം. മലബന്ധം: വയറ് ശുദ്ധമല്ലെങ്കിൽ അത് മുഖത്ത് കുരുക്കളായി പ്രത്യക്ഷപ്പെടും. മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും. ഹോർമോൺ വ്യതിയാനങ്ങൾ. മുഖക്കുരു മാറാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ലളിതമായ വഴികൾ ഇതാ. മഞ്ഞളും ചന്ദനവും. ആയുർവേദത്തിലെ മികച്ച അണുനാശിനികളാണ് ഇവ. മഞ്ഞളും ചന്ദനവും അരച്ച് മുഖത്തു പുരട്ടുന്നത് കുരുക്കൾ കുറയാനും പാടുകൾ മാറാനും സഹായിക്കും. രക്തശുദ്ധീകരണത്തിന് വേപ്പില. ദിവസവും രാവിലെ 2-3 വേപ്പില കഴിക്കുകയോ അല്ലെങ്കിൽ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖം കഴുകുകയോ ചെയ്യുന്നത് രക്തത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. നന്നാരി വെള്ളം. ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും പിത്തം ശമിപ്പിക്കാനും നന്നാരി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകും. ത്രിഫല ചൂർണം. രാത്രി കിടക്കുന്നതിന് മുൻപ് ത്രിഫല ചൂർണം ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും. ജീവിതശൈലി കുറിപ്പുകൾ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. പകലുറക്കം ഒഴിവാക്കുകയും രാത്രി നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. മനോഹരമായ ചർമ്മമെന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഫലമാണെന്ന് ഓർക്കുക. ശ്രദ്ധിക്കുക: മുഖത്ത് അമിതമായ പഴുപ്പോ അല്ലെങ്കിൽ വലിയ മുഴകളോ ഉണ്ടെങ്കിൽ അത് ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടോ സിസ്റ്റിക് ആക്നെ കൊണ്ടോ ആകാം. അങ്ങനെയുള്ളവർ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഫേസ് പാക്കുകൾ ഉപയോഗിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ചർമ്മ സംരക്ഷണ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.